നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡി എ അഥവാ ഡി ആറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, കുറെ ആശങ്കകൾ, പ്രത്യേകിച്ച് പെൻഷൻകാരുടെ ആശങ്കകളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഡി എ അഥവാ ഡി ആർ 286 മാസം കുടിശ്ശികയായിരുന്നു. 2021 മുതൽ ഗഡുക്കളും അവയുടെ കുടിശ്ശികകളും തരാതെ സത്യത്തിൽ ജീവനക്കാർ വലിയ ബുദ്ധിമുട്ടിൽ നിന്ന കാലഘട്ടമാണ് കഴിഞ്ഞു പോയ 5 വർഷങ്ങൾ. സത്യം, നമ്മൾ പഴയകാല ചരിത്രങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞ പോലും മറ്റൊരു ധനകാര്യ വകുപ്പ് മന്ത്രിമാരും മുൻകാലങ്ങളിൽ ഇങ്ങനെ ഒരു അവസ്ഥ സംജാതമാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഇപ്പോൾ ഈ മന്ത്രിസഭയുടെ അവസാന കാലഘട്ടത്തിൽ കുടിശ്ശികയുള്ള 8 ഗഡുകൾ ഒരു സാമ്പത്തിക വർഷം 2 ഗഡു വെച്ച് കൊടുത്ത് 4 വർഷം കൊണ്ട് കുടിശ്ശിക തീർക്കും എന്ന പ്രഖ്യാപനം വന്നിരിക്കുന്നു. സത്യത്തിൽ അതിന് ഉത്തരവ് ഇറങ്ങിയിട്ടില്ല. ധനകാര്യ വകുപ്പിന്റെ ഒരു പ്രഖ്യാപനം മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത്. അതിന് ഉത്തരവായിട്ട് ഇറങ്ങിയിട്ടില്ല. എന്നാൽ ഇന്നലെ 8 ഗഡു ക്ഷാമബത്ത 8 4 വർഷം കൊണ്ട് കൊടുക്കാൻ, 8 ഗഡുക്കളായി 4 വർഷം കൊണ്ട് കൊടുക്കാൻ അനുമതി നൽകിക്കൊണ്ട് ഉത്തരവായിട്ടുണ്ട്. അവിടെ ഇന്നലത്തെ ഉത്തരവിൻ പ്രകാരം അനുമതി നൽകിക്കൊണ്ട് ഉത്തരവായിട്ടേ ഉള്ളൂ. ആ ഉത്തരവിന്റെ അവസാനം പറയുന്ന വാചകം ഇതാണ്: ഡീറ്റെയിൽഡ് ഓർഡേഴ്സ് റിഗാർഡിംഗ് ദ ഡിസ്ബേഴ്സ്മെന്റ് ഓഫ് അരിയേഴ്സ് ഓഫ് DA/DR വിൽ ബി ഇഷ്യൂഡ് ലേറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതുമായി DAയും DR-ഉം വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിശദമായ ഉത്തരവ് പിന്നീട് പുറപ്പെടുവിക്കുന്നതായിരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോ ഇന്നലെ വന്നതില് 4 വർഷം കൊണ്ട് കൊടുക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ്. ഈ അനുമതിയിലൊന്നും ഒരു കഥയൊന്നും ഇല്ലാന്ന് നമുക്കറിയാം. 21 ഇങ്ങനെ പേർവേഷൻ കൊടുക്കാൻ വേണ്ടി ഉത്തരവായതാണ്. അത് മരവിപ്പിച്ച് പിന്നീട് നീട്ടിവെക്കുക ചെയ്തത്. അപ്പോ ഇത്തരം ഒരു സന്ദർഭം നിൽക്കുമ്പോൾ ഡീറ്റെയിൽഡ് ഓർഡർ എങ്ങനെയാവാം? ചിലപ്പോൾ മുഴുവൻ DAയും കൂടി കണക്ക് കൂട്ടി അതിന്റെ 25%, 25%, 25% ആയിട്ട് തരാം. അല്ലെങ്കിൽ 2021 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന 2 ഗഡു ആദ്യം തരാം. അപ്പോ 2022 2 ഗഡു, പിന്നെ 2027-28 തരാം. അടുത്ത 2 ഗഡു 28-29, അവസാനത്തെ 2 ഗഡു അങ്ങനെയും ആവാം. അപ്പൊ പേർവിഷന്റെ ടിൽ ഡേറ്റ് വരെ ഉള്ള ഗഡുക്കൾ പൂർണ്ണമാവും. അപ്പൊ ഇതെങ്ങനെയാണ്? ഇപ്പൊ ഒരു ആളുടെ ഒരു അഭിപ്രായം എന്നോട് ചോദിച്ചിരുന്നു. സാറ് പറയുന്ന പോലെ അല്ലല്ലോ വേറൊരു ചാനലിൽ കണ്ടത്. അവിടെ ഫുള്ള് 10% DAയും ഫുള്ളായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്തിട്ടാ. അപ്പോ അത് ശരിയല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്താന്ന് പറഞ്ഞാല്, വിശദമായ ഉത്തരവുകൾ ഇറങ്ങാത്തിടത്തോളം കാലം യൂട്യൂബറിന്റെ ഒരു അനുഭവ സമ്പത്തും യുക്തിയൊക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുക. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഡീറ്റെയിൽഡ് ഓർഡർ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള വിശകലനം തരാൻ പറ്റുള്ളൂ. അപ്പൊ പേർവിഷനിൽ ശരിക്കും ജൂലൈ 24 വരെയുള്ള DA 31% മെർജ് ചെയ്താലും ഈ 8 ഗഡു കുടിശ്ശികയിൽ ഒരു മാറ്റവും വരില്ല. അതാണ് വ്യത്യാസം. പേർവിഷൻ 1/7/2024 ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് വരെയുള്ള DA എന്ന് പറയുന്നത് 31%. ഒരുപക്ഷെ മെർജിങ് നടന്നാൽ ആ 31%മാണ് മെർജിങ് നടക്കുക. അങ്ങനെ മെർജിങ് നടന്നാലും നമ്മൾ ഈ പറയുന്ന 8 ഗഡു കുടിശ്ശികയ്ക്ക് ഒരു വ്യത്യാസവും ഉണ്ടാവുന്നില്ല എന്നുള്ള, അതിനുശേഷമാണ് വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത്. ഇനി ഇപ്പൊ നമുക്ക് 1/7/24 മുതൽ പേർവിഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ ഈ മാർച്ച് മാസത്തെ കണക്കെടുത്താൽ തന്നെ ഇപ്പൊ പേർവിഷൻ അരി യഥാർത്ഥത്തിൽ 21 മാസമായി കഴിഞ്ഞു. 2024 ജൂലൈ 1 മുതലുള്ള പേർവിഷൻ അരിയെ പറ്റി കൂട്ടിക്കഴിഞ്ഞാൽ
അല്ല, ഈ പേ റിവിഷനായിട്ട് ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ പേ റിവൈസ് ചെയ്യാണ്. ഏറ്റവും ചുരുങ്ങിയത് ദാരിദ്ര്യമാണെങ്കിൽ പോലും ഒരു 5% വർധനവ് ഉണ്ടാവില്ലേ? 5% വർധനവ് ഉണ്ടായാൽ പോലും നമുക്ക് അരിയേഴ്സ് വരികയാണ്. അപ്പൊ ഈ മാസം 2026 മാർച്ച് മാസം കൂട്ടിയാൽ പോലും ഇപ്പൊ 21% കുടിശ്ശിക ആയി കഴിഞ്ഞു. സത്യത്തിൽ ഇനിയും ഒരു കൊല്ലം കഴിഞ്ഞിട്ടേ പേ റിവിഷന്റെ കാര്യത്തിൽ തീരുമാനം വരുള്ളൂ. ഒരു കൊല്ലം പോരാ, 1.5 കൊല്ലമാവും. അപ്പോൾ എത്രയായി? 10-40 മാസത്തെ അരിയേഴ്സ് അവിടെ പേ റിവിഷന്റെ കുടിശ്ശികയായിട്ട് അവിടെ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോ നമുക്ക് ഈ 2030 വരെയുള്ള പേ റിവിഷനും എത്ര ഗഡു ഡി എയും ഉണ്ടാകുമെന്ന് വെറുതെ ഒന്ന് കണക്ക് കൂട്ടി നോക്കാം. നമുക്ക് പേ റിവിഷൻ പിന്നെ ഇപ്പോ 2026-27 ഈ നിലവിൽ നിൽക്കുന്ന 8 ഗഡു കുടിശ്ശികകള് 2026-27 രണ്ടെണ്ണം, 2027-28 രണ്ടെണ്ണം കൊടുക്കും, 28-29 രണ്ടെണ്ണം കൊടുക്കും, 29-30 2 എണ്ണം കൊടുക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ അന്നേരം എന്താ സ്ഥിതി എന്ന് അന്നേരത്തെ രീതിക്ക് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഇനി ഈ 2026-27 രണ്ടെണ്ണം കുടിശ്ശിക അരിയർ കൊടുക്കുന്നതോടൊപ്പം അന്ന് ഓരോ വർഷവും യഥാർത്ഥത്തിൽ നമുക്ക് 2 ഡി എ വെച്ച് വരുന്നുണ്ട്. ജനുവരി 1-നും ജൂലൈ 1-നും ഓരോ വർഷവും 2 ഗഡു ഇതിന് പുറമെ വരും. അപ്പൊ 26-27 കുടിശ്ശികകളിലെ 2 ഉണ്ട്, 27 നോർമൽ വരുന്ന 2 ഉണ്ട്. പിന്നെ 27-28 അങ്ങനെ 27-28 വരുന്നുണ്ട് 2, 28-29 വരുന്നുണ്ട്. പിന്നെ പേ റിവിഷൻ ഇപ്പൊ നിലവില് 25-ലെ 2+2 കുടിശ്ശിക വരുന്നുണ്ട്. ഇത് മൊത്തം കൂട്ടിയിട്ടല്ലെങ്കിൽ അത് പിന്നെ പേ റിവിഷനിലും മർജ് ചെയ്തിട്ട് പേ റിവിഷൻ അരിയറായിട്ട് കണക്കാക്കുമെങ്കിൽ അങ്ങനെ. അപ്പോ പേ റിവിഷൻ അരിയർ മാത്രം ഏകദേശം 10-40 ഗഡു എങ്കിലും ആ സമയമാകുമ്പോഴത്തേക്ക് വരുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. അപ്പോ ശരിക്കും 2029 കഴിയുമ്പോഴേക്ക് 30-ലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു 18% ഗഡുക്കളെങ്കിലും ഡി എയും ഒരു 10-40 മാസത്തെ പേ റിവിഷൻ അരിയറും ഉണ്ടാവും എന്നതാണ്. ഒരുപക്ഷെ അതിന് മുന്നേ തന്നുപോയാൽ അതൊന്നും ഉണ്ടാവും എന്നല്ല പറഞ്ഞത്. ഇത് പീരീഡിനിടയ്ക്ക് 2026 മുതൽ 30 വരെയുള്ള കാലത്തിൽ ഈ പ്രഖ്യാപനങ്ങളും എല്ലാം വരാനിരിക്കുന്നതും എല്ലാം കൂടെ കൂട്ടിയാൽ 18 ഗഡു ഡി എ എന്തായാലും ഉണ്ടാവും. മാത്രമല്ല 10-40 മാസത്തെ പേ റിവിഷൻ അരിയറും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്താ സംഭവിക്കുന്നത്? ഇത് യഥാസമയം പ്രഖ്യാപിക്കേണ്ടത് പ്രഖ്യാപിക്കാതിരിക്കുക, അത് കൊടുക്കാതിരിക്കുക, അങ്ങനെ ആ ഒരു സ്ഥിതിവിശേഷം പ്രഖ്യാപിക്കാതിരിക്കുമ്പോഴും കൊടുക്കാതിരിക്കുമ്പോഴും ഉണ്ടാകുന്ന ഭീകരമായ ഒരു അവസ്ഥയാണിത്. 2021-ലെ ഡി എന്ന് പറയുന്നത് 26-ൽ കൊടുത്താൽ മതിയോ? ശരിക്കും വിലക്കയറ്റത്തെ അടിസ്ഥാനമാക്കിയിട്ട് അല്ല പണപ്പെരുപ്പത്തെ അടിസ്ഥാനമാക്കിയിട്ട് കൊടുക്കുന്ന ഡി എ 5 വർഷങ്ങൾക്ക് ശേഷം കൊടുത്താൽ മതിയോ? അതായത് ഒരു നാട്ടിൽ ഇപ്പൊ കേരളത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പണപ്പെരുപ്പമുള്ള സംസ്ഥാനം കേരളമാണ്. 10%-ഓളമാണ് പണപ്പെരുപ്പം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പണപ്പെരുപ്പം 10-ലൊക്കെ നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ആ പണപ്പെരുപ്പം അല്ലെങ്കിൽ വിലക്കയറ്റം മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ കൊടുക്കുന്ന ഡി എ എന്ന് പറയുന്ന ക്ഷാമബത്ത സംവിധാനം 5 കൊല്ലങ്ങൾക്ക് ശേഷം കൊടുത്താൽ മതിയോ? എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? ഇതൊക്കെ നമ്മൾ ചിന്തിച്ചു പോവാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കേരളമാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വെച്ചിട്ട് കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വിലക്കയറ്റം വിലയുള്ളത്, ഏറ്റവും കൂടുതൽ പണപ്പെരുപ്പമുള്ളത് കണക്കനുസരിച്ച് കേരളത്തിലാണ്. സത്യത്തിൽ ഞാൻ ഇതെല്ലാം നമ്മൾ ഇതൊക്കെ അറിയുന്നതാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം, കഴിഞ്ഞ ദിവസം ഞാൻ ഡി എ പറ്റിയും ക്ഷാമത്തെ പറ്റിയും ക്ഷാമാശ്വസത്തെ പറ്റിയും ചെയ്ത ഒരു വീഡിയോയുടെ ചുവട്ടിൽ വന്ന അഭിപ്രായങ്ങളാണ് ഞാൻ വീണ്ടും ഇതിലേക്ക് തിരിയാനുള്ള ഒരു കാരണം. ഞാൻ ആ വീഡിയോയുടെ ചുവട്ടിൽ കണ്ട അഭിപ്രായങ്ങളിൽ ചിലത് ഇവിടെ പറയാം. ഒന്ന്, ഭഗവാനെ 4 വർഷം കൂടി ആയുസ് തരണേ. ഒരു വ്യക്തി, ഇത് തന്നെയാണ് ഞാൻ തമ്പനയിൽ കൊടുത്ത ഇവരുടെ ഈ ശരിക്കും ഇത് പെൻഷനേഴ്സിന്റെ അഭിപ്രായങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആരാണെന്ന് എനിക്കറിയില്ല. എൻ്റെ വീഡിയോയുടെ ചോട്ടിൽ വരുന്ന അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്തതാണ്. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാം പെൻഷൻകാരാണ് ഈ അഭിപ്രായങ്ങൾ പറയുന്നത്. അതിൽ ഒരാൾ പറഞ്ഞ അഭിപ്രായമാണ്, ഭഗവാനെ 4 വർഷം കൂടി ആയുസ് തരണേ.
എന്നാൽ ഈ ജീവിതത്തിന്റെ അങ്ങേയറ്റത്ത് എത്തി നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ 4 മുഴുവൻ DAയും വാങ്ങാൻ അവർക്ക് ആയുസ് തരണം. എന്ന് പറഞ്ഞാൽ 4 വർഷത്തിന് ശേഷമാണ് ഈ DA മുഴുവനായിട്ടും കിട്ടുന്നുള്ളൂ. അത് വാങ്ങാനുള്ള ആയുസ് തരണേ എന്നാണ് ഒരു പെൻഷനർ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു പെൻഷനറുടെ അഭിപ്രായം, പരലോകത്ത് ട്രഷറി തുടങ്ങേണ്ടി വരും. 4ാമത്തെ ഗഡുവൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവരങ്ങ് പോകും. പരലോകത്ത് ട്രഷറി തുടങ്ങേണ്ടി വരും എന്ന ഒരു കമന്റ് ഇട്ട പെൻഷനറെയും കാണാൻ വേണ്ടി കഴിഞ്ഞു. മറ്റൊന്ന്, 8 ഗഡു വാങ്ങാൻ ഞാൻ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. വേറെ ഒന്ന്, DA തന്നു തീരുന്നത് വരെ ജീവിച്ചിരിക്കാൻ സർക്കാർ വേണ്ടത് ചെയ്യുമോ? വേറൊരു കമന്റ്, ഇത് സ്വർഗത്തിൽ വെച്ചായിരിക്കും കിട്ടുക. അപ്പോൾ ആ പെൻഷനറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുള്ള ഒരു പെൻഷനറാണ്. വളരെ സന്തോഷം കേട്ടപ്പോൾ. അപ്പോൾ അദ്ദേഹത്തിന്റെ ചോദ്യം അതാണ്, ഇത് സ്വർഗത്തിൽ വെച്ചായിരിക്കും കിട്ടുക എന്ന്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ പെൻഷൻകാരുടെ വൈകാരിക പ്രകടനങ്ങളായിട്ട് തന്നെ നമ്മൾ കാണണം. ഈ സത്യത്തിൽ ഈ കമന്റ്സ് എന്നെ ശരിക്കും കേട്ടപ്പോൾ, അത് വായിച്ചപ്പോൾ എനിക്കൊരു ഭയങ്കര വിഷമം തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോയിലേക്ക് ഞാൻ വീണ്ടും തിരിഞ്ഞത്. അപ്പോൾ ഇത് ശരിക്കും പെൻഷൻകാരെ സംബന്ധിച്ചും അവരുടെ വൈകാരിക പ്രകടനങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. പ്രായമായവരും അവശത അനുഭവിക്കുന്നവരുമാണ് സത്യത്തിൽ ഈ പെൻഷൻകാരെന്ന് പറയുന്നത്. ജീവിതത്തിന്റെ സായങ്കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളുമായി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും സർക്കാർ ജീവനക്കാരായിരുന്നല്ലോ, അവർക്ക് പെൻഷൻ ഉണ്ടല്ലോ ജീവിക്കാൻ എന്ന് പറയുന്നതിലൊന്നും കഥയില്ല. ഇതൊന്നുമില്ലാതെ വളരെ ബുദ്ധിമുട്ടുന്ന, പെൻഷൻ ഉണ്ട് പക്ഷെ നാമമാത്രമായ പെൻഷനും അതിനേക്കാൾ 10 ഇരട്ടി ബാധ്യതകളും പ്രാരാബ്ദങ്ങളുമായി ജീവിക്കുന്ന ഒരുപാട് പെൻഷൻകാര് ഈ സമൂഹത്തിൽ ഉണ്ട് എന്ന കാര്യം എല്ലാവരും ഓർക്കുന്നത് നല്ലതാണ്, ഓർത്തിരിക്കണം. ഇപ്പോൾ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ മുൻകാലങ്ങളിൽ പെൻഷനായവർക്ക്, വളരെ മുൻകാലങ്ങളിൽ പെൻഷനായവർക്ക് ഇപ്പോൾ പെൻഷൻ ആകുന്നവരുടെ അത്രയും പെൻഷൻ ഉണ്ടാവില്ല. അതൊരു പ്രത്യേകത, പെൻഷൻ കാൽക്കുലേഷനിൽ വരുന്ന ഒരു സംഭവമാണിത്. മുൻകാലങ്ങളിൽ ഉയർന്ന ബേസിക് പേയിൽ നിന്ന് പെൻഷൻ ആയി പോയാൽ പോലും, കാരണം ഓരോ പേ റിവിഷൻ വരുമ്പോഴും ബേസിക് പേ ഡബിൾ ചെയ്ത് പോവുകയാണ് ശരിക്കും ചെയ്യുന്നത്. ഒരു 2009 കാലഘട്ടത്തിലൊക്കെ ഒരു ഹൈസ്കൂൾ അധ്യാപകന്റെ ബേസിക് പേ 10,000 ഒക്കെ ഉള്ളൂ. 11,000 ആ റേഞ്ചിലാണ് നിൽക്കുന്നത്. 13,000 14,000 റേഞ്ചിലൊക്കെ എത്തി നിൽക്കുന്നത്. UP സ്കൂൾ അധ്യാപകന് ഏകദേശം 11 12 ആ റേഞ്ചിലാണ് എല്ലാം ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു. അപ്പോൾ ബേസിക് പേ ഡിപ്പെൻഡ് ചെയ്തിട്ടാണല്ലോ നമ്മൾ പെൻഷനൊക്കെ. അപ്പോൾ മുൻകാലങ്ങളിൽ സർവീസിൽ നിന്ന് പിരിഞ്ഞു പോയവർക്ക് ഇപ്പോൾ പിരിയുന്നവരുടെ അത്രയും പെൻഷൻ ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഒരു നഗ്ന സത്യമാണ്. മറ്റൊന്ന്, രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, താഴ്ന്ന സ്കെയിലിൽ ജോലി ചെയ്തവരാണെങ്കിൽ, വെച്ചാൽ ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് പോലെയുള്ള താഴ്ന്ന സ്കെയിലുകളിൽ ജോലി ചെയ്തവരാണെങ്കിൽ അവരുടെ പെൻഷനും വളരെ കുറയും. ഇതിപ്പം തന്നെ റിട്ടയർ ചെയ്താൽ പോലും, ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കാം. ഒരു LGS ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് 22 വർഷത്തെ സർവീസിന് ശേഷം ഇപ്പം റിട്ടയർ ചെയ്തു. അദ്ദേഹത്തിന്റെ ബേസിക് പേ 45,600 22 വർഷം സർവീസ്. അത് കണക്ക് കൂട്ടിയാൽ അയാളുടെ ബേസിക് പെൻഷൻ എന്ന് പറയുന്നത് 16,720 രൂപയാണ് വരിക. ഈ 16,720 രൂപയിൽ കമ്മ്യൂട്ടേഷനും കഴിച്ചാൽ അയാൾക്ക് കിട്ടുക 10,032 രൂപയാണ്. ഇപ്പോഴത്തെ DA കണക്ക് കൂട്ടിയാൽ 25% DA ആണ് നമ്മൾ കണക്ക് കൂട്ടുന്നതെങ്കിൽ 2,508 രൂപയും കൂടെ കൂട്ടിയാൽ അയാൾക്ക് 12,540 രൂപയാണ് ഒരു മന്ത്ലി പെൻഷനായിട്ട് ലഭിക്കുക. ഇപ്പോൾ റിട്ടയർ ചെയ്യുന്നവരുടെ സ്ഥിതിയാണ് ഞാൻ പറഞ്ഞത്. ഇതേ റിട്ടയർമെന്റ് 10 20 കൊല്ലം മുമ്പ് അല്ലെ 15 കൊല്ലം മുമ്പ് റിട്ടയർ ചെയ്താൽ ഈ പൈസയും ഉണ്ടാവില്ല പെൻഷനായിട്ട്. അപ്പൊ ഇത്രയും ചെറിയ തുക കൊണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഒരുപാട് പെൻഷൻകാർ നമുക്കിടയിലുണ്ട്, നമ്മുടെ മുമ്പിലുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോ അതാണ് ഈ വീഡിയോയിൽ ഞാൻ എടുത്തു കാണിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത്. നമ്മൾ മുൻകാലങ്ങളിൽ പെൻഷൻ ആകുന്നവർക്ക്, ഇപ്പൊ ഞാൻ LGSന്റെ കാര്യമാണ് പറഞ്ഞത്, ലാസ്റ്റ് ഗ്രേഡ് സെർവന്റിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇതേ ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് പിന്നെ 10 കൊല്ലം മുമ്പോ 15 കൊല്ലം മുമ്പോ ആണെങ്കിൽ ഇയാളുടെ ഇപ്പോൾ ഉള്ള പെൻഷൻ 10,000-ലും താഴെയായിരിക്കും. അപ്പോൾ അത്രയും തുച്ഛമായ ഒരു പെൻഷൻ വാങ്ങുന്ന ആൾക്കാർക്ക് വീട്ടിൽ ആ ഗ്രഹനാഥം മാത്രമേ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഉള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും ബാക്കി എല്ലാ കാര്യങ്ങളും ആ ഒരു ചെറിയ പെൻഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നടന്നു പോകേണ്ടി വരിക.
അപ്പോൾ ഇത്തരം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു DA കിട്ടുക എന്ന് പറയുന്നത് പോലും വലിയ കാര്യമാണ് എന്ന കാര്യം ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവര് തീർച്ചയായിട്ടും ഓർത്തിരിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊന്നും ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഈ പെൻഷനേഴ്സിന്റെ നേരത്തെ ഞാൻ പറഞ്ഞ കമന്റ് മാത്രം നിങ്ങൾ കേട്ടാൽ മതി, അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് ഈ വീഡിയോയുടെ ഉദ്ദേശത്തിലേക്കാണ് ഞാൻ കടക്കുന്നത്. അ- അടുത്തത് ഇത് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. അടുത്ത ഏത് ഗവൺമെന്റ് വന്നാലും, അടുത്ത ഇപ്പോൾ ഉള്ള ഇലക്ഷനിൽ ഏത് ഗവൺമെന്റ് വന്നാലും ശരി, ഈ 8 ഗഡുക്കൾ, ഇപ്പോൾ ഉള്ള ഈ അരിയസ് ആയിട്ടുള്ള 8 ഗഡുക്കള് 2030 വരെ ആകാതെ ആ അരിയസ് ഒക്കെ പിന്നെ ഡിപ്പെൻഡന്റിന് കൊടുക്കുക എന്നുള്ള, ആശ്രിതർക്ക് കൊടുക്കാൻ ഇടവരുത്താതെ നിലവിൽ ജീവിച്ചിരിക്കുന്ന പെൻഷൻകാർക്ക് തന്നെ പെട്ടെന്ന് കൊടുക്കാനുള്ള ആ 8 ഗഡുവും 2030 നീട്ടിവെക്കാതെ എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കാനുള്ള നടപടി സ്വീകരിക്കണം വരുന്ന ഗവൺമെന്റിന്റെ ധനകാര്യ വകുപ്പ് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. മാത്രമല്ല, കാലാകാലങ്ങളിൽ കൊടുക്കാനുള്ള DA യും DR ഒക്കെ യഥാസമയം കൊടുക്കാനുള്ള നടപടികളും ഉണ്ടാവണം. അല്ലാത്ത പക്ഷം ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികൾ ഗവൺമെന്റിനും ധനകാര്യ വകുപ്പിനും പെൻഷൻകാർക്കും ജീവനക്കാർക്കും ഒക്കെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് അത് യഥാസമയം കൊടുത്തു തീർക്കാനുള്ള നടപടികളും ചിന്തകളും ഗവൺമെന്റിനും ധനകാര്യ വകുപ്പിനും ഒക്കെ ഉണ്ടാവണം എന്ന അഭ്യർത്ഥനയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.